ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രോഗ്രാംസ് ആയിരിക്കും നോക്കുന്നത്. നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഇട്ട ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈം നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ പ്രൈം നമ്പർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം പലരും എഴുതിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ചിലതിലൊക്കെ ചെറിയ മിസ്റ്റേക്സ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സംഭവം അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. ഓക്കെ, എന്റെ സ്ക്രീന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ പ്രൈം നമ്പർ നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് പ്രൈം നമ്പർ ലോജിക്ക്, പ്രൈം നമ്പർ എടുക്കുന്നതിന്റെ ലോജിക്ക്. പ്രൈം നമ്പറിന്റെ ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ആ നമ്പറിന് തൊട്ട് താഴെയുള്ള ഏത് നമ്പറിലേക്കും നമ്പർ ഡിവൈഡ് ചെയ്താലും അത് ഡിവിസിബിൾ ആവരുത്, അത്രേ ഉള്ളൂ. പക്ഷേ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതിനു വേണ്ടിയിട്ട് ലൂപ്പാണ് ഉപയോഗിക്കുക. ഡിവൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് സാധാരണ ഞാൻ കണ്ട പ്രോഗ്രാമിങ്ങിലെ ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് പ്രോഗ്രാം ആദ്യം എഴുതി തുടങ്ങാം. ഓക്കെ. അപ്പോ നമ്മള് my number, okay, my number is input, okay, enter the number. Okay, ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഇന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം പറഞ്ഞ് ഞാൻ പോവാം. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കേട്ടില്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ? റെക്കോർഡ് ആവുന്നുണ്ട്. കാര്യം ചെയ്യും, ഒരു സ്പേസ് ഇട്ടിട്ട് കോളൻ ഇട്ടിട്ട്. ഓക്കെ, എൻ്റർ ദ നമ്പർ. ഞാനത് 15 എൻ്റർ ചെയ്തു, 15 പ്രിന്റ് ചെയ്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നമ്മൾ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് കണ്ടോ, സ്ട്രിങ് ആണ് ടൈപ്പ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇൻപുട്ട് കിട്ടുമ്പോൾ തന്നെ ഇതിനെ ഇന്റജറിലേക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഇന്റജറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് സിമ്പിൾ ആണ്. ഒരു INT അതിന്റെ പുറത്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇത് നമ്പർ ആയിരിക്കും. ഇനി അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടം വെച്ച് തന്നെ ഫെയിൽ ആവും. ഓക്കെ, ഇനി ഈ ഫെയിലിയേഴ്സിനെ നമ്മൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും. അത് അടുത്ത സെഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് അവിടെ ഒരു സംശയമുണ്ട്. പറയൂ. ഈ പ്രോഗ്രാം തന്നെ റൺ ചെയ്യുക. നമ്മള് ഒരു എൻ്റർ വെറുതെ ബ്ലാങ്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇൻവാലിഡ് ലിറ്ററൽ ഫോർ, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, എക്സെപ്ഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. വാല്യൂ എറർ എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇതിനെ വീണ്ടും റൺ ചെയ്തിട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഇൻവാലിഡ് ലിറ്റർ. അപ്പം ബ്ലാങ്ക് കൊടുത്താലും എ കൊടുത്താലും ഒക്കെ വേറെ ഇന്റജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് വാല്യൂ കൊടുത്താലും നമ്മുടെ പ്രോഗ്രാം ഫെയിൽ ആവും. എന്താ മനസ്സിലായി? അപ്പോൾ നമ്മളത് ഇന്റജറിലേക്ക് ആദ്യം ചെയ്യേണ്ടത് ഇന്റജറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമ്മൾ കമന്റ് ആദ്യം എഴുതാൻ പോകുന്നത്, ഈ പ്രോഗ്രാമിങ്ങിന്റെ ഒരു പകുതി ഭാഗം എന്ന് പറയുന്നത്, കാരണം പല ആൾക്കാർ പല രീതിയിലായിരിക്കും പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, അപ്പൊ വേറെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് എഴുതി അതിനുശേഷം നമ്മൾ വന്നൊരു പ്രോഗ്രാം നോക്കി കഴിയുമ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി
നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ എന്ത് എഴുതുന്നുണ്ടോ, ഒരു മെയിൻ ആയിട്ട് എന്തെങ്കിലും ഒരു ലോജിക്ക് എഴുതുന്നു, എല്ലാ ലൈനിലും വേണമെന്നില്ല, മെയിൻ ആയിട്ട് എന്തെങ്കിലും ലോജിക്ക് എഴുതുന്നുണ്ടെങ്കിൽ അതിന് കമന്റ് എഴുതുക. അപ്പൊ ഈ കമന്റ് പൈത്തണിനകത്ത് കമന്റ് എഴുതുന്നത് നമ്മൾ ബേസിക്കിനകത്ത് REM എന്ന് പറഞ്ഞിട്ടായിരുന്നു എഴുതിയിരുന്നത്. എന്താ പറയാ, റിമാർക്സ് അല്ലെങ്കിൽ റിമൈൻഡർ എന്നൊക്കെ പറയാവുന്ന പോലെ REM എന്ന് പറഞ്ഞു. സാധാ പ്രോഗ്രാമുകളിൽ ഒന്നെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡബിൾ ലൈൻ ഒക്കെ ആയിരിക്കും. പൈത്തണിലേക്ക് എത്തുമ്പോൾ ഇത് ഹാഷ് ആണ്. ഹാഷ് ഇട്ടിട്ട് നമുക്ക് ഒരു ലൈനിൽ എഴുതാം. ഒന്നിലധികം ലൈനിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഗെറ്റ് നമ്പർ ഫ്രം യൂസർ, ഓക്കെ, കൺവേർട്ട് ടു ഇൻറ്റിജർ, ഇത്രയും കാര്യങ്ങൾ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്, ശരിക്കും നമ്മൾ പ്രോഗ്രാം എപ്പോഴും എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ലോജിക്ക് ഒന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കമന്റ് ആയിട്ട് എഴുതിയിട്ട് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, ഡിവൈഡ് നമ്പർ വിത്ത് ഓൾ അതർ നമ്പേഴ്സ് below it. ഇതല്ലേ ഇതിന്റെ ബേസിക്കലി പ്രൈം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡിവൈഡ്, ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ആ നമ്പറിന് താഴെയുള്ള നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അതെന്താ, റേഞ്ച്. ഓക്കെ, അപ്പോ അപ്പൊ നമ്മളൊരു ലൂപ്പ് ഇത് എടുക്കാണ്. അപ്പോ ലൂപ്പ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, നമ്മൾ ലൂപ്പ് ചെയ്യാൻ പോകുന്നത് ഡിവൈഡ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ div എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈസർ. ഓക്കെ, ഇൻ റേഞ്ച് ഓഫ്, ഇപ്പം റേഞ്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മൈനം എന്ന് എഴുതാണ്. ഓക്കെ, ഈ റേഞ്ച് മൈനം എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതിൽ വരുന്ന വാല്യൂ, ഇപ്പൊ റേഞ്ച് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ചെയ്യാം, അത് 1 ശരിക്കും 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെ, 0 1 2 അങ്ങനെ തരും. അപ്പോ ഇപ്പൊ തൽക്കാലം നമ്മളത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് div എന്റർ നമ്പർ 5, കണ്ടോ, 0 1 2 3 4 ഇങ്ങനെയാണ് തരിക. ഇതില് ആദ്യത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ div ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ, റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പോവാ. എന്തെങ്കിലും ഒരു നമ്പര് 0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് എന്താവും, ഇൻഫിനിറ്റി ആവും, എറർ തരും അല്ലെ. ഉദാഹരണത്തിന് നമ്മൾ വെറുതെ പ്രിന്റ് ചെയ്യാണ്, പ്രിന്റ് 5 ഡിവൈഡഡ് ബൈ 0. ഞാൻ വെറുതെ പ്രിന്റ് ചെയ്യാണ്, കണ്ടോ, 0 ഡിവിഷൻ എറർ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. നമ്മുടെ എന്താ പറയാ, ഒരു നമ്പർ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റേഞ്ച് 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് പറ്റും, 5 1 2 3 4 ഇത്രയും വരെ. ഓക്കെ, അപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിന് താഴെയുള്ള എല്ലാ നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നാണ് അല്ലെ. അപ്പോ നമ്മള് വീണ്ടും പ്രിന്റ് ചെയ്യാൻ പോവാണ്, പ്രിന്റ് മൈ നം പെർസെന്റേജ് div. അഞ്ചിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 1 എല്ലാ നമ്പേഴ്സും എല്ലാ ഇന്റജേഴ്സിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും വരിക. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ 1 വന്നു. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ 2 വന്നു.
5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1 വന്നു. ഇതില് ഈ 1നെ നമുക്ക് ഒഴിവാക്കണം. കാര്യം എന്താ? 1 എന്ന് പറയുന്നത് എന്താ പ്രശ്നം? 1 എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് 5 എടുക്കുന്ന 5 ഒരു പ്രൈം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ റിമൈൻഡർ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൂപ്പ് ചെയ്യുമ്പോൾ റിമൈൻഡർ പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, മൈനം ഡിവൈഡ് ഞാൻ ഓപ്പറേറ്ററിന് സ്പേസ് കൊടുക്കാണ്. ഓക്കെ, ഇത് 0 ആണെങ്കിൽ അല്ലെ, എന്ന് വെച്ചാൽ റിമൈൻഡർ ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇത് എന്തിനെയോ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന, എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന നമ്പേഴ്സിനെ കൊണ്ട് ഇതിന് താഴെയുള്ള ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആവുകയാണ് അല്ലെ, 0 റിമൈൻഡർ തരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രിന്റ് നോട്ട് എ പ്രൈം അല്ലെ, അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യാൻ പറ്റും. എന്താ? STR എന്തിനാ എഴുതേണ്ടത്? STR എഴുതുന്നത് നമുക്ക് ഇവിടെ പ്ലസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു സ്പേസ് ഇട്ടിട്ട് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, പറയൂ. വേറൊരു കാര്യം, ഈ പ്ലസ് ഇട്ടിട്ട് ഉപയോഗിക്കുന്നതിന് പകരം കോമ ഇട്ടും കൊടുക്കാം. അപ്പൊ അതിന്റെ കോമ ഇട്ടിട്ടും കൊടുക്കാം. പക്ഷെ അപ്പൊ കോമ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ STR കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എനിക്ക് സംശയം ചോദിച്ചാണ്. അങ്ങനെ ഇല്ല, ആവശ്യമില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ 4 എടുക്കാണ്. ഇതില് നോക്കാം. അതാ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, കണ്ടോ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പോകുമ്പോ ഒരു സെക്കൻഡ്, ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ചില സമയത്ത് കുറച്ച് ഓടായിട്ട് പെരുമാറാറുണ്ട്. ഇത് ഈ കമ്പൈലർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഞാൻ പലപ്പോഴും ഇതിനകത്ത് ചെയ്തിട്ട് നടന്നില്ല. പിന്നെ അവസാനം വേറെ കമ്പൈലർ എടുത്തിട്ട് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ആകുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസും കൂടി അത് തരും. Okay, 4 is a composite number. Okay, ഇനി ഇവിടെയും നമ്മൾ പ്രൈമിന്റെ കാര്യം ഇതുവരെ എത്തിയിട്ടില്ല അല്ലെ. ഇഫ് നമ്പർ ഡിവൈഡ്, ഇതില് വേറെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം? ബ്രേക്ക് ചെയ്യാം അല്ലെ. ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇനി ലൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ലൂപ്പിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി ഇത് കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് മനസ്സിലായി. അപ്പോ ഈ ഒരു കാര്യം നമുക്ക് ഇപ്പം ഞാൻ 15 കൊടുത്തു. 15 കോമ്പോസിറ്റ് നമ്പർ ആണ്. entered 15 is a കോമ്പോസിറ്റ് നമ്പർ. കാരണം 3ലേക്ക് എത്തുമ്പോൾ തന്നെ 15 എന്ത് പറ്റും? ഈക്വൽ ടു 0. ഇനിയാണ് ഇതിലെ ട്വിസ്റ്റ്. എന്താ? നമ്മൾ ബ്രേക്ക് ചെയ്തു, ഇതെല്ലാം ഓക്കെ, ഇത് കോമ്പോസിറ്റ് നമ്പർ. ഇനി ഞാൻ ഒരു പ്രൈം നമ്പർ കൊടുക്കണം, entered 19. ഇത് പ്രൈം ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനെ നമ്മളിവിടെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കണ്ടത് ഇതാണ്. ഓക്കെ, എൽസ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി. ഓക്കെ, മൈ നം ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, എൽസിന് കോളൻ. ഓക്കെ, എൽസിന് ശേഷം ഒരു കോളൻ.
അപ്പൊ ഞാനിത് നോക്കാം. ഞാനിവിടെ 2 കൊടുത്തു, എന്റേർഡ് 2. കാരണം ഇവിടെ 2ന്റെ കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണത്. വീണ്ടും റൺ ചെയ്യാണ്. ഞാൻ 3 കൊടുക്കുന്നു, 3 പ്രൈം ആണെന്ന് തന്നു. ഓക്കെ, ഇനി ഞാനിവിടെ 5 കൊടുത്തു, 5 പ്രൈം ആണെന്ന് വന്നു. കാരണം ഇത് പലവട്ടം ആയിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ? 5 പ്രൈം നമ്പർ ആണെന്ന് ഓരോ വട്ടവും ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യാതിരിക്കുമ്പോഴെല്ലാം ഇത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. കാര്യം എന്താ? ഇങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല. കാര്യം ഇത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വട്ടവും ഡിവിസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടെങ്കിൽ അത് ഇവിടെ പ്രിന്റ് ചെയ്യുക. അപ്പോ ഈ എൽസ് ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിസർ 0 വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. എവിടം വരെ കണ്ടിന്യൂ ചെയ്യണം? ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിന് തൊട്ട് താഴെ വരെ. അത് റേഞ്ച് നോക്കിക്കോളും. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂ ഇവിടെ എഴുതാം. ഓക്കെ, ഇപ്പോഴും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? നമ്മളൊരു പ്രൈം നമ്പർ കൊടുത്താൽ ഇത് പ്രൈം ആണെന്ന് പ്രിന്റ് ചെയ്യുന്നില്ല, കോമ്പോസിറ്റ് ആണെങ്കിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ. അപ്പൊ ഇതിനെന്താണ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 19ന്റെ കേസിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഓരോ വട്ടവും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഞാനൊന്ന് പ്രിന്റ് ചെയ്തേക്കാം. 19ന്റെ കേസിൽ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, 2 മുതൽ 18 വരെ ഇത് ഓടി തീർന്നു. പക്ഷേ ഇത് പ്രൈം ആണോ അല്ലേ എന്നുള്ളത്, എന്ന് വെച്ചാൽ കോമ്പോസിറ്റ് അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇവിടെ നമ്മൾ എൽസിനകത്ത് ഓക്കെ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇതാ ഈ 2ൽ തന്നെ ഇത് പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ 18 വരെയും ഇത് ഈ പ്രൈമാണ് ആണെന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഫ്ലാഗുകൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെക്ക് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഈ ഇവിടെ നമ്മൾ ആദ്യമേ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം ഒരു വേരിയബിൾ സെറ്റ് ചെയ്യും. ഈ വേരിയബിളില് എപ്പോഴാണോ നമ്മൾ പ്രൈം ആവുന്നത്, ഓക്കെ, എപ്പോഴാണോ ഇത് ഡിവിസിബിൾ ആവുന്നത്, ഓക്കെ, അപ്പോ നമ്മൾ അതിനെ ട്രൂ എന്ന് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഫോൾസിൽ തന്നെ നിർത്തും. ഓക്കെ, അവിടെയാണ് നമ്മൾ ബൂളിയൻ ഉപയോഗിക്കുക. സിമ്പിൾ ആയിട്ട് ഒരു ബൂളിയൻ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, ഈസ് ഡിവിസിബിൾ. ഓക്കെ, ഇതൊരു ബൂളിയൻ ആണ്. നമ്മൾ ഇതിനെ ആദ്യമേ ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ഞാനൊരു വേരിയബിള് സെറ്റ് ചെയ്യാണ്. ഈ വേരിയബിളിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോ ഈസ് ഡിവിസിബിൾ ഫോൾസ് ആണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈസ് ഡിവിസിബിൾ ട്രൂ ആക്കും. ഓക്കെ, എൽസില് വേണമെന്നുണ്ടെങ്കിൽ ഈസ് ഡിവിസിബിൾ ഫോൾസ് ആക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാരണം ഈസ് ഡിവിസിബിൾ ഓൾറെഡി ഫോൾസ് ആണ്. നമ്മൾ അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പുറത്ത് വരുന്നു. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യും, ഈ ലൂപ്പിന് ശേഷവും ഇത് ഇതുവരെ ഡിവിസിബിൾ ആയിട്ടില്ലേ എന്ന് നോക്കും. ഓക്കെ, അപ്പോ ഈസ് ഡിവിസിബിൾ ഡബിൾ ഈക്വൽ ടു ഫോൾസ് എന്ന് വെച്ചാൽ ഇതുവരെയും ഈ ലൂപ്പിനകത്ത്, നമ്മുടെ ഈ ലൂപ്പിനകത്ത് ഇതുവരെയും ഒരു നമ്പറിൽ പോലും ഇത് ഡിവിസിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത ഫോൾസ് വാല്യൂ ആയിരിക്കും ഇപ്പോഴും ഇതിൽ ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം, പ്രിന്റ്
ഓക്കെ. പ്രിന്റ് മൈ നമ്പർ ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, നമുക്കത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഞാനൊരു പ്രൈം നമ്പർ എടുക്കാണ്. ഏതാ? 23. കണ്ടോ? 23 ഇസ് എ പ്രൈം നമ്പർ. നമ്മൾ ഈ ഇടയ്ക്കുള്ള പ്രിന്റ് ഒന്ന് ഒഴിവാക്കാണ്. ഓക്കെ, ഞാൻ 19 എടുക്കാണ്. കണ്ടോ? എന്റേഡ് 19. 19 ഇസ് എ പ്രൈം നമ്പർ. ഇനി നമ്മള് 2 എടുക്കാണ്. ഓക്കെ, 2 ഇസ് എ പ്രൈം നമ്പർ. നമ്മൾ 1 എടുക്കാണ്. അപ്പൊ ഒന്നും പ്രൈം നമ്പർ ആണെന്നാ പറയുന്നത്. ഓക്കെ, 2 പ്രൈം നമ്പർ ആണ്, 1 പ്രൈം നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ശരിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ള 1-2 ചേഞ്ചസും കൂടി ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും 19 എടുക്കുന്നു. 19 പ്രൈം നമ്പർ ആണ്. ഇതില് നമുക്ക് ഇപ്പൊ 57 എടുത്തു. 57 കോമ്പോസിറ്റ് നമ്പർ ആണോ? 57 എങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പർ ആവുന്നത്? 3 വെച്ച് ഡിവൈഡ് ആവുന്നുണ്ട് അല്ലെ? അടുത്ത ഏതാണ്? നാപ്പത്തേഴ്. ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണത്? ഓക്കെ, 79 പ്രൈം നമ്പർ ആണ്. 47 ഒന്നും കൂടി കൊടുത്തു. ഓക്കെ, 47 പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഇനി ഈ കോഡിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ കാര്യം കൂടി ചെയ്യാം. എന്താ? ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം അല്ലെ? പ്രിന്റ് മൈ നം ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു. ഇനി വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ ഈ എൽസ് കണ്ടിന്യൂ ഇല്ലേ, ശരിക്കും ഈ കണ്ടിന്യൂ ലാസ്റ്റിൽ എഴുതിയേക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ ഈ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇറ്ററേഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? ഏറ്റവും ലാസ്റ്റിൽ കൊണ്ട് അത് എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ എൽസിന്റെ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കാണ്. ഓക്കെ, നമ്മൾ ആകെ ഇതിനകത്ത് ചെയ്യേണ്ടത് എങ്ങാനും 0 ആയി കഴിഞ്ഞാൽ ഡിവിസിബിൾ ട്രൂ ആണെന്ന് സെറ്റ് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ലൂപ്പിൽ ഇനി ഓടേണ്ട കാര്യമില്ല, ഓൾറെഡി ഇത് ഡിവിസിബിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇതിനുശേഷം ഡിവിസിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ വരെയുള്ള നമ്പറിൽ വരെ ഇത് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് 29 പ്രൈം നമ്പർ ആണ്. ഇനി ഇതിനകത്തൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഏതാ? എന്താന്ന് പറയാം? ഹലോ, 1 ഉണ്ട്. അതുപോലെ തന്നെ 2. ശരിക്കും നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാം എഴുതിയേക്കുന്നത് 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ 2 അങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ തൽക്കാലം നമുക്ക് അത് അങ്ങനെ വിടാം. 1 എന്താണ്? എന്ത് ചെയ്യണം? നമ്മൾ ഇവിടം വെച്ചിട്ട് വേറെ സാധനം കൂടി ഇത് ചെയ്യേണ്ടി വരും അല്ലെ? ഈസ് നെയ്തർ എന്താണ് പറയാം? നോട്ട് എ പ്രൈമർ. ഇത് ഓക്കെ, ഫോൾസ് ആണ്. ഓക്കെ, 1ന്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ചോദിച്ചോ. അല്ല, ചെയ്തതിൽ ഡൗട്ട് ഒന്നുമില്ല. 1 ശരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം 1 കോമ്പോസിറ്റും അല്ല പ്രൈമും അല്ല, അത് ശരിക്കും ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രൈം നമ്പർ
ഇങ്ങനെ വരും അല്ല, വിചാരിക്കാം. യൂണിവേഴ്സലി പറയുന്നത് വൺ ഒരു പ്രൈം നമ്പർ അല്ല എന്നാണ്. വൺ പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും. അതൊരു അതൊരു കേസ് സ്പെഷ്യൽ കേസ് ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇപ്പോ ഇത് പ്രൈം നമ്പർ ആണെന്നല്ലേ വന്നേക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സുഖമായിട്ട് പോകും. ആൻഡ് ഇവിടെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഫ് എഴുതിയിട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു ഇഫ് എഴുതിയിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇഫ് മൈനം ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എന്നിട്ട് ഇതിനെയെല്ലാം ഈ ഇഫിനകത്ത് കൊണ്ടുവരണം. ഇഫിനകത്ത് കൊണ്ടുവരണമെങ്കിൽ എല്ലാത്തിനും ഓരോ ടാബ് അടിച്ച് സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ. എന്നിട്ട് ഒരു എൽസ് എഴുതാം. എൽസ് നമുക്ക് പ്രിന്റ് ചെയ്യാം. എൽസിന് കോളൻ. ഇതൊരു ശീലത്തിന്റെ പ്രശ്നമാണ്. അല്ല, ഞാനും കുറെ പ്രാവശ്യം തെറ്റിച്ചിട്ടാണ് അത് പഠിച്ചത്. കാരണം ഞാൻ പകരം മൊത്തം വർക്ക് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിലാണ്. അതിൽ ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ 1 കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? 1 is neither prime nor composite. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ആദ്യമേ തന്നെ ഹാൻഡിൽ ചെയ്യാം. ഇഫ് മൈനം is greater than 1 എന്നുള്ളത് എന്താണ്? ഇഫ് മൈനം ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എൽസിനകത്ത് ഈ മുഴുവൻ പോർഷനും കൊടുക്കാം. ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാ? അല്ലെങ്കിൽ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആക്കാം. ആലോചിച്ച് നോക്കുക, ഒരു നമ്പര് പ്രൈം ആണോ, എന്താ പറയാ, ഒരു നമ്പര് പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് അതിന്റെ ഏകദേശം അതിന്റെ പകുതി വരെ മാത്രം ഓടിച്ചാൽ മതി. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ 2ന്റെ കേസ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓടിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ 2 കോമ്പോസിറ്റ് ആണെന്ന് ഈ പ്രോഗ്രാം തരും. ഓക്കെ, അപ്പോ ഇതാണ്. ഓക്കെ, ഇത് ഞാൻ ചാറ്റിലിട്ട. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന പരിപാടിക്ക് പറയുന്നത് ഇത് ഫ്ലാഗ് എന്ന് പറയും. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലാഗ്. ഫ്ലാഗ് വേറൊന്നുമല്ല, നമ്മളൊരു വാല്യൂ എന്താ പറയാ, ഒരു കണ്ടീഷൻ എന്തെങ്കിലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രൂ ഓ ഫോൾസോ ആയിട്ട് അസൈൻ ചെയ്യുന്ന സാധനമാണ്. അല്ലെങ്കിൽ ചിലപ്പം ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ട്രൂവും ഫോൾസും ഇല്ല, അതിന് പകരം വൈയും എന്നും ഉപയോഗിക്കും. അപ്പൊ ഇതിന് ഫ്ലാഗ് എന്നാണ് പറയാ. ഇത് ഫ്ലാഗിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. ഇതിനെ പിന്നീട് നമ്മൾ എന്താ പറയാ, ഒരു കണ്ടീഷനിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു, അതിനുശേഷം അതിനെ ചെക്ക് ചെയ്തിട്ട് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്ലാഗ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്ലാഗ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ വളരെ ചെറുതായി എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഗ് സഹായിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഇവിടെ പ്രൈം എന്ന് എഴുതും, അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ തവണയും നമ്മൾ എക്സിറ്റ്, ഈ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രോഗ്രാം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എന്താ പറയാ, ഒരു വാർണിംഗ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റിന് അങ്ങനെ പ്രോഗ്രാം പൊതുവെ അങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പാടില്ല, പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഓടണം എന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ് ഇവിടെ വരും. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്ലാഗ് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞത്, ഞാനപ്പോ ഇതൊന്ന് ചാറ്റിലേക്ക് ഇടാം.
ഫോർമാറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുമോ എന്നുള്ളതൊന്നും ഞാൻ നോക്കിക്കോട്ടെ. ഫോർമാറ്റിംഗ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടൊരു എന്താ മൊത്തം കോപ്പി ആയിട്ടില്ല. ഇതിനകത്ത് ഈ പ്രോഗ്രാമില് ഒരു കാര്യം എനിക്കറിയില്ല, ഇതിപ്പോ പറയാൻ പറ്റുന്നതാണോ എന്നറിയില്ല. അല്ല, അത് പ്രോഗ്രാമിനകത്തെ ഈ സാധാരണ നമ്മൾ എസ്പെഷ്യലി ഫോർ ലൂപ്പ് എഴുതുമ്പോൾ നമ്മൾ മാക്സിമം ലൂപ്പ് കുറയ്ക്കുക, ലൂപ്പിന്റെ ആ ഒരു ഐട്രേഷൻ കുറയ്ക്കുക എന്നുള്ള, ലൂപ്പുകൾ ഏത് ലൂപ്പ് എഴുതിയാലും അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് ഈ ലൂപ്പിനെ ശരിക്കും പകുതിയാക്കാൻ പറ്റും. ഞാനത് ഒഴിവാക്കിയത് വേറൊന്നുമല്ല. പിന്നെ നമ്മൾ രണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരു കേസും കൂടി എഴുതണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പൊ അത് അല്ല, വേണ്ട. മൈനം അതായത് ഇതിനകത്ത് ഈ മൈനം വരെയാണ് ഇപ്പൊ പോകുന്നത്. അതായത് ഡിവൈഡ് ബൈ 2 അത്ര മതി. കാരണം പകുതിക്ക് മുകളിലുള്ളത് 15 കൊടുത്താൽ അതിനെ ഇന്റിജർ ആക്കേണ്ടി വരുമായിരിക്കും. ഒരു സെക്കൻഡ്, ഇവിടെ ലൈൻ 8 അവിടെ ഇന്റിജറിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്താൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പ്രൈം നമ്പർ ഓക്കെ, പ്രശ്നമില്ല. രണ്ടും ഹാൻഡിൽ ആവുന്നുണ്ട് വിചാരിച്ച്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 2 തന്നെയാണല്ലോ, അപ്പോ പ്രശ്നമില്ല. അപ്പൊ ഒരു പ്രശ്നമുള്ളത് നമ്മളെ 15 കൊടുത്തു, 15 17 കൊടുത്തു നോക്കിയേ. 17 ചിലപ്പോ 17 എല്ലാം വർക്കാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഒരു നമ്പര് എന്തെങ്കിലും കൊണ്ട് ഡിവൈഡ് ആവണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ പകുതിക്ക് മുമ്പേ തന്നെ അത് ഡിവൈഡ് ആവണം. അതെ, കാരണം ഏറ്റവും ചെറിയ ഡിവൈഡ് ആവാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അത് ഡിവൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പൊ 3 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയാ, 3 വട്ടം അത് ഒരു ലൂപ്പിനകത്ത് 3 വട്ടം അത് ഡിവൈഡ് ആവേണ്ടതാണ്. നമ്മൾ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 3 വട്ടം ഡിവൈഡ് ആവണം. അതുപോലെയാണ് അപ്പൊ ഈ ബൈ 2 കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ, ഞാൻ ആദ്യം എഴുതിയപ്പോ ഞാൻ ശരിക്കും റേഞ്ച് 0-ൽ നിന്നാണ്, അല്ല 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. ഇങ്ങനെയും ചെയ്യാം, ഇത് ശരിയാണ്. ഓക്കെ, ഞാൻ ആദ്യം 1 സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു പ്രശ്നം വന്നത്. എന്നിട്ട് 1 ഒഴിവാക്കിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോ ഇത് കുറച്ചും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഇത് പൈത്തണിനകത്ത് അത്ര കാര്യമായിട്ട് അറിയാൻ പറ്റില്ലെങ്കിലും ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈം സാധാരണ പ്രോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇത് ഏതായിരുന്നു, // ഇൻസ്റ്റെഡ് ഓഫ് അതെന്തായിരുന്നു, // ഉപയോഗിക്കണോ നോക്കട്ടെ. // ശരിക്കും എന്തിനായിരുന്നു // ഓപ്പറേറ്റർ? ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ചാറ്റിൽ ഇടാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് നോട്ട് പാഡിൽ ഇട്ടിട്ടെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, ഇനി അടുത്ത പ്രോഗ്രാം ശരിക്കും നമ്മുടെ എന്തായിരുന്നു, ഫിബൊനാച്ചി സീരീസ് അല്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്രോഗ്രാം ഫിബൊനാച്ചി സീരീസ് ആയിരുന്നു. അപ്പൊ ഫിബൊനാച്ചി സീരീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതില് ട്രൈ ചെയ്യാം. ഒരു സെക്കൻഡ്, // എന്താന്ന് കിട്ടിയായിരുന്നോ? // നമ്മൾ ഡിസ്കസ് ചെയ്താണ്. // ഇന്റിജർ ഡിവിഷൻ ആണ്. ശരി. ഓക്കെ,
ഇന്റിജർ ഡിവിഷനും അതിന് യൂസ് ചെയ്യാം, ശരിയാണ്. ഓക്കെ, ഇനി പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൈത്തൺ സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഈ സ്ലാഷ്, ഡബിൾ സ്ലാഷ്. വേറെ പല പ്രോഗ്രാംസിലും ഡബിൾ സ്ലാഷ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. അപ്പോ പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഈവൻ പൈത്തണിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാൾക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എഴുതാനാണ് നമ്മൾ പൊതുവെ നോക്കാറ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് പൈത്തണിനകത്ത് നമ്മുടെ മറ്റേ എന്താ പറയാ ഈ സ്ക്വയർ ഓപ്പറേറ്റർ വെച്ചിട്ട് ഡബിൾ കോളൻ ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടിക്കില്ലേ, അതിന് പകരം കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിട്ട് എഴുതാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചാലും മനസ്സിലാവുന്ന, അതുകൊണ്ടാണ് ഈ എക്സ്റ്റെൻഡ് എഴുതാൻ ഉപയോഗിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ ഡെൽ എന്ന് പറയുന്ന കീവേഡ് കണ്ടായിരുന്നു, അങ്ങനെയുള്ള കീവേഡ്സ് ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡബിൾ സ്ലാഷിന്റെ കാര്യമൊക്കെ ഒഴിവാക്കുന്നതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് പൈത്തന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ സിമ്പിൾ ആക്കി വെക്കുക എന്നാണ് പറയാം. പൈത്തന്റെ പ്രോഗ്രാമിംഗ് സിമ്പിൾ ആക്കണം എന്നാണ് പറയാറ്. ഓക്കെ, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സിംപ്ലിസിറ്റിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ ഓൾറെഡി പൈത്തണിനകത്തുണ്ട്, അത് പരമാവധി ഒഴിവാക്കാൻ നോക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഇന്റ് ഉപയോഗിച്ചത്. ഇന്റ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം കാണുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ ഇന്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിബനാച്ചി സീരീസ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് ഫിബനാച്ചി സീരീസ് നോക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പോകുന്നത്, അപ്പൊ മൂന്നാമത്തെ പ്രോഗ്രാം കിടപ്പുണ്ട്. മൂന്നാമത്തെ പ്രോഗ്രാം ഒരു 1-2 സെഷൻ എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻസ് നമുക്ക് അത്രയും ടൈം ഉണ്ടാവില്ല. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ നോക്കുന്നത് ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഫാക്ടോറിയൽ. ഓക്കെ, ഫാക്ടോറിയലിലെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടോറിയൽ ഞാൻ പെട്ടെന്ന് ആ പ്രോഗ്രാം എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോ ഞാൻ ഇപ്പം ഇൻപുട്ട് എടുക്കുന്നില്ല. ഓക്കെ, പകരം ഞാൻ മൈനം ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പോവാണ്. ഓക്കെ, മൈനം 5 ആണ്. ഇനി ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ? ഫാക്ടോറിയൽ എന്താ? 5ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതാം, 5 ഇങ്ങനെ അല്ലെ. 5ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 5ന് താഴെയുള്ള എല്ലാ നമ്പറുകളെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു അതാണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 6, 24, 24, 5 എത്രയാ? കണക്ക് ഓർമ്മയുള്ളവർ പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ സിമ്പിൾ നമ്മൾ എന്താ ചെയ്യാം? വീണ്ടും സിമ്പിൾ ആണ്, റേഞ്ച് എടുത്താൽ മതി അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം മൾട്ടിപ്ലയർ ഇൻ റേഞ്ച് ഓഫ് 1 to മൈനം കൊടുത്താൽ ശരിയായിരിക്കുമോ? റേഞ്ചിന്റെ പ്രശ്നം എന്താ? അപ്പൊ തൽക്കാലം നമുക്ക് അത് പ്രിന്റ് ചെയ്ത് നോക്കാം അല്ലെ. റേഞ്ചിന്റെ പ്രശ്നം എന്താ? 5 നമ്മൾ കൊടുത്തേക്കുന്നത്. റേഞ്ച് എന്താ? ആദ്യത്തത് മുതൽ അടുത്തതിന് തൊട്ട് താഴെ വരെയുള്ള ഇന്റിജറാ തരിക. അപ്പൊ നമ്മൾ മൈനം +1 കൊടുക്കണം അല്ലെ. അപ്പൊ ഇപ്പോ 1 മുതൽ 5 വരെ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആണ്. ഒരു വേരിയബിൾ എടുക്കുക. ഓക്കെ, റിസൾട്ട് എന്ന് പറഞ്ഞ് വേരിയബിൾ ഞാൻ എടുക്കാണ്. ഓക്കെ, റിസൾട്ട് വേരിയബിളിന് 1 എന്ന് പറഞ്ഞ് ഒരു വാല്യൂ കൊടുത്തു. കാരണം ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇതിലേക്ക് വരും. ഓക്കെ, റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു മൾട്ടിപ്ലയർ. ഓക്കെ, ഈ ലൂപ്പ് കഴിയുമ്പം എന്താ ചെയ്യേണ്ടത്? പ്രിന്റ് ഇങ്ങനെ എഴുതാം,
മൈനം ഓക്കെ. അല്ലെ 120. 5ന്റെ ഫാക്ടോറിയൽ എത്രയാ? 120. ഓക്കെ. ഇനി നമ്മൾ ഇതിനൊരു ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകും. ഓക്കെ. അപ്പൊ നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്. ഇതാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്ന സാധനം ഇതാ അല്ലെ. എന്ത് നമ്പർ കൊടുത്താലും ഇപ്പം ഞാൻ ഇതിനെ 4 ആക്കാണ്, അല്ലെങ്കിൽ പോട്ടെ 10 ആക്കാണ്. 10 ആക്കുകയാണെങ്കിൽ 10ൻ്റെത് ഇത്രയാണ്. അത്ര വലിയ നമ്പറാണ് വരിക. ഓക്കെ. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സാധനമാണ് ഇൻറ്റു ഈക്വൽ ടു മൾട്ട്. പക്ഷെ വീണ്ടും റീഡബിലിറ്റിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? റിസൾട്ട് എന്ന് പറയുന്ന മുന്നേ എന്തായിരുന്നോ വാല്യൂ അതിൽ നിന്നും അതിന്റെ കൂടെ പുതിയ മൾട്ടിപ്ലയർ ഇത് ചെയ്യുന്നു. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ? ഈ റിസൾട്ട് വേരിയബിളിനെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷെ ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ഒഴിവാക്കാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാനൊരു ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫംഗ്ഷൻ ഫാക്ടോറിയൽ. ഓക്കെ. ഫംഗ്ഷൻ ഫാക്ടോറിയൽ എന്നിട്ട് ഇതിനകത്ത് ഇൻപുട്ട് ഇൻപുട്ട് നമ്പർ. ഓക്കെ. മൈനമിന് പകരം നമ്മൾ ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ഇതാണ് ഇനി എന്റെ എന്താ പറയാ, ഞാനൊരു ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോ ഇൻ നം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതിനെ കോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇനി റിസൾട്ട് ഈക്വൽ ടു മൾട്ട് എന്നിട്ട് നമ്മളൊരു റിട്ടേൺ എഴുതും. റിട്ടേൺ റിസൾട്ട്. ഓക്കെ. റിട്ടേൺ റിസൾട്ട്. ഓക്കെ. അപ്പൊ എന്താ നമ്മൾ ഇനി ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ മൈനം എന്നുള്ളത് നമ്മൾ 5 കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. പ്രിന്റ് ഫാക്ടോറിയൽ ഓഫ് 5. ഓക്കെ. ഇതൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യുന്നോ അതാണ് ഇനി ഇത് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സെക്കൻഡ്. കോളം വിട്ടുപോയായിരുന്നു. ഫാക്ടോറിയൽ 5 എന്താ പ്രശ്നം വന്നത്? റേഞ്ച് ഇനം +1 റിസൾട്ട് പ്രിന്റ് ചെയ്തായിരുന്നോ? റിസൾട്ട് റിട്ടേൺ ചെയ്യാണല്ലോ റിസൾട്ട്. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കിയാ ചിലപ്പോ ചില സമയത്ത് അങ്ങനെയാണ്. ചില സമയങ്ങളിൽ അല്ലല്ല, ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. മൾട്ട് റിസൾട്ട് റിട്ടേൺ എവിടെ എഴുതിയേക്കുന്നത്? റിട്ടേൺ ലൂപ്പിനകത്ത് എഴുതിയ ആദ്യമേ ഫസ്റ്റ് ഐട്രേഷനിൽ തന്നെ അത് റിട്ടേൺ ചെയ്യല്ലേ? ഇതാണ് മെയിൻ ആയിട്ട് പൈത്തണിൽ അവസാനം സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. എന്താ? നമ്മുടെ ഇൻഡന്റേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോ ഈ ഫോർ ലൂപ്പിന്റെ പുറത്താണ് ശരിക്കും റിസൾട്ട് വരേണ്ടത്. അപ്പോ നമ്മൾ റൺ ചെയ്യുന്നു, 120 കിട്ടി. ഓക്കെ. ഇത് ഒരു രീതിയാണ്. ഓക്കെ. ഫാക്ടോറിയൽ 5ന്റെ ഫാക്ടോറിയൽ ഇങ്ങനെ നമ്മൾ ലൂപ്പ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ. ഇനി പറയൂ. ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോ ഈ ഫംഗ്ഷൻ എഴുതുമ്പോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫംഗ്ഷൻ എഴുതിയിരിക്കണം അല്ലെ? അല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. അത് ഈ കമ്പാരിസന്റെ ആണോ അതോ? അല്ല, പൊതുവെ അങ്ങനെ തന്നെയാണ്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്.
എന്ന് വെച്ചാൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഫംഗ്ഷൻ നമ്മൾ മുന്നേ എഴുതിയില്ല. ഇതാ ഇപ്പൊ കണ്ടോ, ഫാക്ടോറിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്, മനസ്സിലായോ? പക്ഷെ പൈത്തണിനകത്ത് നമ്മൾ കോൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഞാന് ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ലൂപ്പൊക്കെ എഴുതി ചെയ്യുന്നു. ഇത് ശരിക്കും പൈത്തണിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, എന്ന് വെച്ചാൽ ലൂപ്പൊക്കെ ചെയ്ത് ചെയ്യണം. ഇനി ഫാക്ടോറിയലിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഞാൻ വീണ്ടും നോട്ട് പാഡ് എടുക്കുന്നു. ഓക്കെ, ഫാക്ടോറിയലില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 4ന്റെ ഫാക്ടോറിയൽ എന്താ? അല്ലെ പോട്ടെ, 3ന്റെ ഫാക്ടോറിയൽ എന്താ? 3 to 1. 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1. 4ന്റെ ഫാക്ടോറിയൽ എന്താ? 4 3 2 1. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണോ? ഈ 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് അല്ലേ? 3 ഫാക്ടോറിയൽ 3 into 2 ഫാക്ടോറിയൽ ആയിരിക്കും. 3യുടെ ഇതാകുമ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 into 2 ഫാക്ടോറിയൽ. അപ്പോ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതാന്ന് വെച്ചോ. ഓക്കെ, ഡെഫ് നമ്മൾ ലൂപ്പ് ഇല്ലാതെ ഈ പരിപാടി ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഓക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ, ഓക്കെ ശ്രദ്ധിച്ചു നോക്കാം, ഇൻ നം ഇൻറ്റു ഇതേ ഫംഗ്ഷന്റെ -1. ഓക്കെ, ഇത് വർക്ക് ചെയ്യോ? ഇത് വർക്ക് ചെയ്യോ? നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫെയിൽ ആവും. പക്ഷേ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്തേക്കുന്നതാണ്. എന്താ? റിട്ടേൺ, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിള്, ഇതിന് വേരിയബിളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും റിസൾട്ട് ഈക്വൽ ടു ഇനം, എന്നിട്ട് റിട്ടേൺ റിസൾട്ട്. ഓക്കെ, ഈ റെക് ഫാക്ടോറിയൽ ഇനം -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ 4 കൊടുക്കുകയാണെങ്കിൽ 3ന്റെ ഇതേ ഫംഗ്ഷനെ വീണ്ടും ഇത് കോൾ ചെയ്യും. അപ്പൊ നമ്മൾ ലൂപ്പ് ചെയ്യുന്നതിന് പകരം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് റിക്കർഷൻ എന്നാണ്. റിക്കർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനകത്ത് ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുന്നതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്ന പ്രിന്റ് റിക്കർസീവ് ഫാക്ടോറിയൽ എന്തിന്റെയാണ്? 5. ഓക്കെ, ഫെയില്. ഇതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇഫ് ഒന്നിന് താഴേക്ക് പോകാൻ പാടില്ല. ഒന്നിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫെയിൽ ആവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണെങ്കിൽ 5 മുതൽ 1 വരെ. അപ്പൊ
ഇത് ഒന്നിൽ നിർത്തണം. ഓക്കെ, if in num equal to 1, then return ഒന്നിന്റെ ഫാക്ടോറിയൽ എന്താ? 1. ഓക്കെ, else return double equal to. ഇതെന്നൊക്കെ എവിടെ നിന്ന് കൊടുക്കാൻ? ഇന്നലെ മുഴുവൻ വേറൊരു പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ തലവേദനയാണ്. ഓക്കെ, num equal to 1 റിട്ടേൺ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് അതിന്റെ തൊട്ട് താഴെയുള്ള നമ്പറിന്റെ ഫാക്ടോറിയൽ എടുത്തിട്ട് ചെയ്യണം. ഇത് ഞാൻ ജസ്റ്റ് ഒരു കോൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ തന്നെ നേരത്തെ കണ്ടില്ലേ എന്ന് വെച്ചാൽ നമ്മളത് ഒരു ലിമിറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഒരു ലൂപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഏത് നമ്പറിന് വേണ്ടിയാണ് ഇത് ഓടുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ 5-ന് വേണ്ടിയാണ് ഓടിക്കുന്നത്. പക്ഷേ കണ്ടോ, 5-ന്, 4-ന്, 3-ന്, 2-ന്, 1-ന്. ഓക്കെ, അങ്ങനെ നമ്മള് ലൂപ്പ് എഴുതുന്നതിന് പകരം ഈ ഫംഗ്ഷനെ ആ ഫംഗ്ഷനകത്ത് തന്നെ വീണ്ടും വിളിക്കുകയാണ്. പക്ഷെ ഇതില് റിക്കർഷൻ ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിമ്പിൾ അല്ല. റിക്കർഷൻ സിമ്പിൾ അല്ല. രണ്ടാമത്തെ പ്രശ്നം, റിക്കർഷൻ റീഡബിൾ അല്ല. അതുപോലെ റിക്കർഷന് വേറെ പ്രശ്നം കൂടിയുണ്ട്. റിക്കർഷൻ ഭയങ്കരമായി മെമ്മറിയുടെ പ്രശ്നമുണ്ട്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ എഴുതുന്ന റിക്കർഷൻ എന്ത് പറ്റും? ലൂപ്പിനെക്കാളും കൂടുതൽ മെമ്മറി ഉപയോഗിക്കും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് റിക്കർഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. റിക്കർഷൻ ഉപയോഗിക്കാവുന്ന, ഇപ്പം എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനകത്ത് വേറൊരു എന്നുവെച്ചാൽ ഒരു ഫംഗ്ഷനകത്ത് അതേ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക റിക്കർഷൻ ആണ്. പക്ഷെ റിക്കർഷൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് ഇവിടെ. ഇത് പിന്നെ വീണ്ടും എന്തിനു വേണ്ടി കോൾ ചെയ്യുന്നു, ഇത് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ഇന്റർവ്യൂകളിൽ ഈ കാര്യം ചോദിക്കാറുണ്ട്, റിക്കർഷൻ എന്താണ്, റിക്കർഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അതിന് ജസ്റ്റ് ഇത് കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഇത് എന്താ പറയാ, ഇത് മാക്സിമം റിക്കർഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം പൈത്തന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം. പിന്നെ പൈത്തന്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ചില സമയങ്ങളിൽ അനാവശ്യമായി മെമ്മറി ഉപയോഗിക്കും എന്നുള്ളതാണ്. ഓക്കെ, അനാവശ്യമായി മെമ്മറി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, പൈത്തൺ ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മൾ നേരത്തെ ഈ പറയുന്ന ഈ ഒരു പോർഷൻ ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ഒരു പൊസിഷൻ എത്തിയപ്പം നിന്നു, മാക്സിമം ഡെപ്ത് റീച്ച്ഡ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ട്. പക്ഷെ അത് ഓടുന്ന സമയത്ത് ആ ഒരു മാക്സിമം ഡെപ്ത് എത്തുന്ന ഇതുവരെ ഇത് മെമ്മറി വളരെയധികം യൂസ് ചെയ്യും, വേറെയുള്ള പ്രോസസ്സുകളെല്ലാം ബാധിക്കും എന്നുള്ളത് കൊണ്ട് റിക്കർഷൻ പരമാവധി ഒഴിവാക്കാം. പക്ഷെ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, റിക്കർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഫംഗ്ഷനകത്ത് അതേ ഫംഗ്ഷനെ വീണ്ടും വിളിച്ച് നമ്മൾ ലൂപ്പിനെ ഒഴിവാക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ റിവേഴ്സ് ആയിട്ട് ഒരു ലൂപ്പ് ഓടിക്കുന്നതിന് പകരം നമ്മളിവിടെ റിക്കർഷൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതും കൂടി ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഈ എന്തായിരുന്നു നമ്മുടെ ഫിബനാച്ചി സീരീസ് ആരെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്തായിരുന്നു. റിസൾട്ട് പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടോ? ആ ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ ഗൂഗിൾ ഫോംസിൽ. ഞാന് ശരിക്കും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പേരെ ഇട്ടിട്ടുള്ളൂ. അപ്പൊ എല്ലാ പ്രോഗ്രാംസും എനിക്ക് ഓടിച്ചു നോക്കാൻ പറ്റിയില്ല. പിന്നെ റിസൾട്ട് നോക്കിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത്
എല്ലാത്തിലും റിസൾട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, റിസൾട്ട് വരുമ്പോ നമ്മൾ കൃത്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന പോലെ പ്രൈം നമ്പറിന്റെ എക്സാമ്പിളുകളിൽ നമ്മൾ ഇടുന്ന പ്രൈം നമ്പേഴ്സ് എല്ലാം ഓഡാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായ പ്രോഗ്രാമിലാണെങ്കിൽ പോലും അത് പ്രൈം ആണെന്ന് കാണിക്കും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പറിൽ പിന്നെ പ്രൈം അല്ലാത്ത ഓഡ് നമ്പറിലെ കോമ്പോസിറ്റ് ആയിട്ടുള്ളത് എടുക്കുക. ഉദാഹരണത്തിന് 9 എടുത്തിട്ട് നോക്കാം. അപ്പൊ എന്ത് പറ്റും? 9 പിന്നെ പ്രൈം ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം തെറ്റാണ്. ഓക്കെ, ആ രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാംസ് എല്ലാം ഞാൻ ഗ്രൂപ്പിലിടാം. നമുക്ക് പിന്നെ അടുത്ത സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ എന്താ ചെയ്യാൻ പോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഒരു ഡേറ്റ എന്താ പറയാ സ്കൂൾ ഡേറ്റാബേസ് ഇല്ലേ, ആ ഒരു സാധനം ഫിബനാച്ചി സീരീസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഫിബനാച്ചി എനിക്ക് തോന്നുന്നു ഫിബനാച്ചി നമ്മൾ ബേസിക്കലി ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം ഇതാണ്, എന്താ നമ്മുടെ ആ സ്കൂൾ ഡേറ്റാബേസിന്റെ സാധനമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു റിയൽ ലൈഫിലൊക്കെ നമ്മൾ കാണാൻ സാധ്യതയുള്ള, നമ്മൾ ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും ആവശ്യം വരുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ തീർന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.